പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി ശബരിമല തന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ശബരിമലയിലെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരർക്ക് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ചതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം അത് ഒരു സ്വാഭാവിക ജാമ്യമായിരുന്നില്ല. സാധാരണഗതിയിൽ 90 ദിവസം ജയിലിൽ കിടക്കുകയും 90 ദിവസം കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവിക ജാമ്യം കിട്ടും. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങിയ മറ്റുള്ളവർക്കെല്ലാം മിക്കവാറും പേർക്കും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, എൻ വാസുവിന്, മുരാരി ബാബുവിന്, ബൈജു, അങ്ങനെ ഒരു പിടി ആളുകൾ, ശ്രീകുമാർ, അങ്ങനെ ഒരു പിടി ആളുകൾ സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് പുറത്തിറങ്ങിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരർക്ക് കേസിൻ്റെ മെറിറ്റ് പരിഗണിച്ചുകൊണ്ട് കേസുമായി കണ്ഠരര് രാജീവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ഈ കേസുമായി കണ്ഠരര് രാജീവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് കൊല്ലം വിജിലൻസ് കോടതി 41 ദിവസം ജയിലിൽ കിടന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകി. നമുക്കറിയാമല്ലോ, ഈ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട FIRയുടെ 2 കേസുകളുണ്ട്. 3700/2025, 3701/2025. ഈ 2 കേസുകളിലും ആദ്യമൊന്നും അല്ലെങ്കിൽ ഒരു 3-4 മാസം കഴിയുന്നത് വരെ കണ്ഠരര് രാജീവരർ പ്രതിയെ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, കണ്ഠരര് രാജീവരെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടാണ് ഈ 2 FIRയുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണങ്ങളിലൊക്കെ റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലുമൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ പൊടുന്നനെ കണ്ഠരര് രാജീവരർ പ്രതിയാവുകയും അയാൾക്കെതിരെ അന്വേഷണം വരികയും അയാളെ പ്രതി ചേർക്കുകയും അയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ശരിക്കും യഥാർത്ഥത്തിൽ കണ്ഠരര് രാജീവരരെ പ്രതി ചേർത്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM തോറ്റതിന് ശേഷമാണ് എന്നുകൂടി നമ്മൾ കണ്ടുകൊള്ളണം. ഡിസംബർ 11 ശേഷം മറ്റാണ് കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു. കണ്ഠരര് രാജീവരുടെ അനുവാദത്തോടുകൂടിയാണ് ഈ കൊള്ളയെല്ലാം നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കണ്ഠരര് രാജീവരാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണം വന്നു. കണ്ഠരര് രാജീവർ ഏതൊരു ബാങ്കിൽ 2.5 കോടി ഇട്ടു, എന്നിട്ട് ആ ബാങ്ക് പൊളിഞ്ഞു വന്നിട്ടും ആ പണം തിരിച്ചു ചോദിച്ചില്ല എന്നുള്ള നിലയിലുള്ള പ്രചരണം വന്നു. കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പോയി പോലീസിൻ്റെ വലിയ തോതിലുള്ള റെയ്ഡ് നടന്നു. അവിടുന്ന് അയാളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള ആരോപണമുണ്ടായി. കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് വാജി വാഹനം തൊണ്ടി മുതലായി പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ചു. കണ്ഠരര് രാജീവരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഏതോ ഒരു തട്ടാനെ കൊണ്ടുവന്നിട്ട് ആ സ്വർണ്ണമൊക്കെ ശരിയായിട്ടുള്ളതാണോ എന്നൊക്കെ പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ഠരര് രാജീവർക്കെതിരായിട്ട് വലിയ പ്രചരണം അയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് നടന്നു. ആ നടന്നതിന് സമാനമായി തന്നെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് CPM ആയിരുന്നു. അവർ ആ സമയത്ത് മുതൽ പറയാൻ തുടങ്ങിയ എന്താണ്, ശബരിമല കൊള്ളയ്ക്ക് പ്രധാനമായി കൂട്ടുനിന്ന ആൾ തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തല്ലോ. അയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് എന്നുള്ളത് വന്നല്ലോ. അയാളാണ് UDF നേതാക്കന്മാരുമായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളത് വന്നല്ലോ. അതുകൊണ്ട് ഈ ശബരിമല പെരുങ്കൊള്ളയിൽ യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ളത് CPMൻ്റെ ആളുകളല്ല, അത് തന്ത്രിയുടെ നേതൃത്വത്തിൽ UDFകാരുമായി ബന്ധപ്പെട്ട് നടന്ന എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള നിലയിലുള്ള വലിയ പ്രചരണം തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ തുടർന്ന് CPM കേന്ദ്രങ്ങൾ നടത്തുകയുണ്ടായി. മന്ത്രിമാർ ഉൾപ്പെടെ നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി പോലും അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തിയോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അങ്ങനെ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായി. 41 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. ആ 41 ദിവസം ജയിലിൽ കിടന്നതിനെ തുടർന്ന് അതിനിടയിൽ അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി ആ വിഷയങ്ങളെല്ലാം ഇഴകീറി പരിശോധിച്ചുകൊണ്ട് 94 പേജുള്ള വിധിന്യായത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവരെ ജയിൽ മോചിതനാക്കി. ഞാൻ ആ വിധി പൂർണ്ണമായി വായിച്ചു നോക്കി. ആ വിധിയെ സംബന്ധിച്ച് എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോകൾ ചെയ്യാനുണ്ട്.
ആ വിധി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള SIT ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് കോടതി തെറ്റാണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ 3700/2025 3701/2025 തന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. തന്ത്രിയുടെ പേരിൽ ബാങ്കിൽ പണം കിടന്നത് സംബന്ധിച്ചും അങ്ങനെ തന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ചും തന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് ദർ ഇസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കൊടുത്തത്. വെച്ചാൽ തെളിവിൻ്റെ കണിക പോലുമില്ല, തെളിവിൻ്റെ ഒരു ചെറിയ അംശം പോലും തന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെടുത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്ത്രിക്ക് കേസിൻ്റെ മെറിറ്റിലേക്ക് പോയിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുത്തു. സുഹൃത്തുക്കളെ, ഈ ജാമ്യം നേടിയ തന്ത്രി പുറത്തു വന്നതിനെ തുടർന്ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വിശദാംശങ്ങളും പുറത്തു വന്നു. അത് വിധിന്യായത്തിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. തന്ത്രി കൃത്യമായ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അധികാരികൾക്ക് ഭരണകൂടത്തിന് തന്നോടുള്ള വിരോധമാണ് തന്നെ ഈ കേസിൽ കുരുക്കാൻ കാരണമെന്നും യുവതീ പ്രവേശത്തെ താൻ അതിശക്തമായി എതിർത്തിരുന്നു, അത് ഭരണകൂടത്തിന് താൻ കണ്ണിലെ കരടാക്കാൻ കാരണമായി. അതുപോലെ തന്നെ ശബരിമല 365 ദിവസം തുറന്നു വെക്കണം എന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടു. അത് പിണറായി വിജയനാണ് നേരിട്ട് ആവശ്യപ്പെട്ടത്, നമ്മൾ ഓർക്കണം. അതിനെയും താൻ എതിർത്തിരുന്നു. അപ്പോൾ ആ ഒരു തന്നോടുള്ള ഒരു വൈര്യനിര്യാതന ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് താൻ ഈ കേസിൽ കുരുക്കപ്പെട്ടത് എന്നുള്ള വാദം തന്ത്രി തൻ്റെ ജാമ്യാപേക്ഷയിൽ വെച്ചിരുന്നു. അത് കോടതി വിധിയിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പം വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വശത്ത് കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി പ്രകാരം ഒരു കുറ്റവും ചെയ്യാത്ത തന്ത്രി 41 ദിവസം ജയിലിൽ കിടന്നു. അതിനെതിരെ ഇപ്പോൾ അപ്പീൽ പോകും, SIT എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വരട്ടെ. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഈ കേസുമായി ഒരിക്കലും ബന്ധിപ്പിക്കാൻ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതിരുന്നിട്ടും തന്ത്രി 41 ദിവസം ജയിലിൽ കിടന്നു. ആരാണ് തന്ത്രി? തന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ 40-45% വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതപുരോഹിതനാണ് തന്ത്രി. ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ശബരിമല. നമുക്കറിയാം, ഗുരുവായൂരിൽ ഭക്തന്മാർ പോകുന്നു ഗുരുവായൂരപ്പനായിട്ടല്ല, കാടാമ്പുഴ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട് കാടാമ്പുഴ ഭഗവതിയായിട്ടല്ല ഭക്തകൾ പോകുന്നത്. പക്ഷേ ശബരിമലയിൽ ഭക്തർ പോകുന്നത് അയ്യപ്പനായിട്ടാണ് പോകുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കറുത്ത വസ്ത്രവും ധരിച്ച് അയ്യപ്പനായിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. അപ്പം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ അവരേറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രി, അവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്ന താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പണ്ഡിതനായിട്ടുള്ള തന്ത്രി ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും അയാളെ SIT 41 ദിവസം അകാരണമായി ജയിലിലിടുന്നു എന്ന് പറഞ്ഞാൽ, ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനെ ഒരു തെളിവുമില്ലാതെ 41 ദിവസം ജയിലിലിടുന്നു. ഒരു തെളിവുമില്ല. ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാതെ അയാളെ ജയിലിലിടുന്നു. മറുവശത്ത് ഈ ശബരിമല പെരുങ്കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ളവരെല്ലാം സർവതന്ത്ര സ്വതന്ത്രരായി പുറത്തു നടക്കുന്നു. ശബരിമല പെരുങ്കൊള്ളയിൽ 1-ാം പ്രതി എന്ന് നമ്മൾ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സർവതന്ത്ര സ്വതന്ത്രനായി പുറത്തുപോയി. എന്തുകൊണ്ട് പുറത്തുപോയി? 90 ദിവസമായിട്ട് SIT കുറ്റപത്രം സമർപ്പിച്ചില്ല, അയാൾ പുറത്തുപോയി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ട് എന്ന് SIT കണ്ടുപിടിച്ച N വാസു, അയാൾ 90 ദിവസം ജയിലിൽ കിടന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കാതെ അയാൾ പുറത്തുപോയി. ഏതാനും ദിവസം കഴിയുമ്പോഴത്തേക്കും A പത്മകുമാരൻ പുറത്തു പോകുന്ന സ്ഥിതി വരും, മുരാരി ബാബു പുറത്തുപോയി. അങ്ങനെ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധമുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന പ്രതികളെല്ലാം
SITയുടെ അനാസ്ഥയുടെ ഭാഗമായി അവർ പിന്നെ പുറത്തേക്ക് പോകുന്നു. ഇനി ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത് അയാളെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. കോടതി തന്നെയാണ് പറഞ്ഞത് PS പ്രശാന്തിൻ്റെ കാലത്ത് വലിയ ക്രമക്കേട് നടന്നത്. കോടതിയുടെ 2025 നവംബർ 5 വിധിന്യായത്തിൽ 19 മുതൽ 26 വരെയുള്ള ഖണ്ഡികകളിൽ സെപ്റ്റംബർ 25 പിന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ചിട്ട് എണ്ണി ഹൈക്കോടതി പറഞ്ഞതാണ്. അതെല്ലാം PS പ്രശാന്തിൻ്റെ കാലത്താണ് അത് നടന്നത്. ആ PS പ്രശാന്തിനെ 2 ദിവസം ചോദ്യം ചെയ്ത് വിട്ടതല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്തു പോലുമില്ല. ശബരിമല പെരുങ്കൊള്ള കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ്റെ നൂലുകെട്ടിന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ഒക്കെ അവരുടെ വീടുകളിൽ ചെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും 1-2 പ്രാവശ്യം ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിടുകയാണ് ചെയ്തത്. അയാളുടെ മന്ത്രി ഓഫീസിലിരുന്ന് അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സ്വകാര്യ ചർച്ച നടത്തുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നതാണ്. അയാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതിൻ്റെ ഫോട്ടോ പുറത്തു വന്നതാണ്. ഇതെല്ലാം വന്നിട്ടും ഈ ക്രമക്കേട് നടന്നപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു ഒരു അനീതി, ഒരു അനോമലി എന്താണ്? ഒരു തെളിവുമില്ലാതെ ഹിന്ദു മതവിശ്വാസികളുടെ മഹാക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ 41 ദിവസം ജയിലിലടയ്ക്കുന്നു. മറുഭാഗത്ത് ശബരിമല പെരുങ്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് ജനം ഉറച്ചു വിശ്വസിക്കുന്ന, ഉറച്ച് 100% വിശ്വസിക്കുന്ന PS പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ ഇതുപോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലും SIT തയ്യാറാവുന്നില്ല. ഇത് ഏറ്റവും വലിയൊരു ഇരട്ട നീതിയല്ലേ സുഹൃത്തുക്കളെ? ഇരട്ട നീതിയല്ലേ ഇത്? ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമല്ലേ ഈ തന്ത്രിയോട് SIT കാണിച്ചത്? 41 ദിവസമാണ് മനുഷ്യാവകാശ ലംഘനം നടത്തിയ അയാളെ ജയിലിലിട്ടത്. അയാൾ ആരാണ്? അയാൾ ശബരിമലയിലെ മുഖ്യ പുരോഹിതനാണ്, പ്രധാനപ്പെട്ട തന്ത്രിയാണ്. ഇതിലൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചെയ്യുന്ന SITയെ വിമർശിക്കാൻ തയ്യാറാകാത്തൊരു ഹൈക്കോടതി ഇവിടെ ഉണ്ട്. അത് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദാംശങ്ങളിൽ പോകും. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഇരട്ട നീതിയാണെന്ന് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ പൊതുവിലും പ്രത്യേകിച്ചും പൊതുജനങ്ങൾ പൊതുവിലും കാണണം. കൊള്ള നടന്നവരെല്ലാം പുറത്ത് കിടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്ത് കിടക്കുന്നു, PS പ്രശാന്ത് പുറത്ത് കിടക്കുന്നു, മുരാരി ബാബു പുറത്ത് കിടക്കുന്നു, N വാസു പുറത്ത് കിടക്കുന്നു, കടകംപള്ളി സുരേന്ദ്രൻ പുറത്ത് കിടക്കുന്നു. അപ്പോഴാണ് ഈ കേസിൽ ഒരു ബന്ധവുമില്ല എന്ന് കോടതി കണ്ടെത്തിയ ഒരു പിന്നെ ശബരിമലയിലെ മുഖ്യ പുരോഹിതൻ 41 ദിവസമായി ജയിലിൽ കിടന്നത്. ഇത് ഏറ്റവും വലിയൊരു ഇരട്ട നീതി മാത്രമല്ല, ഒരു മനുഷ്യനോട് കാണുന്ന അയാൾ രോഗിയും കൂടെയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അയാളുടെ രോഗകാരണങ്ങളും തന്ത്രിക്ക് ജാമ്യം കൊടുത്തതിൽ കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ മനുഷ്യാവകാശ ലംഘനവും കൂടിയാണ് എന്ന് നമ്മൾ കാണണം. ഭരണകൂട താല്പര്യമാണ് SIT ഇതിനകത്തോട് സംരക്ഷിച്ചത് എന്ന് നമ്മൾ കാണണം. ഭരണകൂടമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അർമാദിച്ചത്, ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്, ഏറ്റവും കൂടുതൽ ഉന്മാദത്തിലായത്. അപ്പോൾ ഭരണകൂടത്തിന് വേണ്ടി SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു, ഭരണകൂടത്തിന് വേണ്ടി SIT ഇതിലെ പ്രതികളെ മുഴുവൻ പുറത്തുവിടുന്നു. ഈ ഇരട്ട നീതി നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.